മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട് കോട്ടുളിയിലുള്ള വസതിയിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തിയിരുന്നു. എന്നാൽ ഈ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഒന്നും കണ്ടെത്തിയില്ല എന്ന കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഒപ്പിട്ട് നൽകിയിട്ടുണ്ട് എന്ന വിവരവും പുറത്തുവരികയാണ്. ആ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രേഖ 24-ന് ലഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ചേരുന്നു ദീപക് ധർമ്മടം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, ഇതാണ് ഇഡിയുടെ രേഖ, ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. ഇഡിയുടെ രേഖയിൽ റിയാസിന്റെ വീട്ടിൽ, കോട്ടൂളിയിലെ വീട്ടിൽ സെർച്ച് നടത്തി. ഇഡി സെർച്ച് ദ ഹോൾ പെർമിസസ് ഇൻക്ലൂഡിംഗ് 5 ബെഡ്റൂം ആൻഡ് കിച്ചൺ ഹാൾ എക്സെട്രാസ് എന്ന് പറയുന്നു. അതിനുശേഷം ഏറ്റവും ഒടുവിൽ പറയുന്നു, ഇവിടെ നിന്നും ഒന്നും തന്നെ കണ്ടെടുത്തിട്ടില്ല എന്നുകൂടി സാക്ഷ്യപ്പെടുത്തി. അതായത് എന്തെങ്കിലും കണ്ടെടുത്തിട്ടില്ല എന്നുള്ളതും മാത്രവുമല്ല, ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തനിക്കറിയില്ല എന്ന് റിയാസ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് സാക്ഷ്യപ്പെടുത്തിയാണ് ഈ ഇഡിയുടെ സെർച്ച് നോട്ട് നൽകിയിരിക്കുന്നത്. അതായത് സാധാരണഗതിയിൽ ഇഡി ഒരു സ്ഥലത്ത് സെർച്ച് ചെയ്താൽ എന്തെങ്കിലും കണ്ടെടുത്താലും കണ്ടെടുത്തില്ലെങ്കിലും ഒരു സെർച്ച് നോട്ട് ആ സെർച്ച് നടന്ന പെർമിസസിലെ അതിന്റെ ഉടമസ്ഥന് നൽകും. ആ നോട്ടിന്റെ പകർപ്പാണ്, ഇഡി നോട്ടിന്റെ പകർപ്പാണ് ഇപ്പോൾ 24 പുറത്തുവിടുന്നത്. അതിൽ എന്തെങ്കിലും മുൻ മന്ത്രി CPIM സെക്രട്ടേറിയറ്റ് അംഗമായ മുഹമ്മദ് റിയാസിന്റെ വീട്ടിൽ നിന്നും ഇഡിക്ക് കണ്ടെടുക്കാനായില്ല എന്ന് ഇഡി തന്നെ സാക്ഷ്യപത്രമായി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ദിലീപ് കുമാർ, കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത് ദീപക് ധർമ്മടം. അവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനയിൽ, മുഹമ്മദ് റിയാസിന്റെ കോട്ടുളിയിലുള്ള വസതിയിൽ നടത്തിയ പരിശോധനയിൽ രേഖകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഇഡി ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തിയ രേഖയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. സ്ക്രീനിന്റെ ഒരു വശത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തിയ മുഹമ്മദ് റിയാസിന്റെ വസതിയിൽ നിന്ന് രേഖകളൊന്നും കണ്ടെത്തിയില്ല എന്ന് സാക്ഷ്യപ്പെടുത്തിയതിന്റെ ആ രേഖയാണ് ഇപ്പോൾ സ്ക്രീനിൻ്റെ ഒരു വശത്ത് കാണുന്നത്. മറുവശത്ത് തിരുവനന്തപുരത്ത് പിണറായി വിജയൻ്റെ വാടക വീടിന് മുന്നിൽ CPIM പ്രവർത്തകർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ വാഹനം ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളുമാണ്. തലസ്ഥാന നഗരം ഇപ്പോഴും സംഘർഷഭരിതമായി തുടരുന്നു. തിരുവനന്തപുരത്ത് പാളയത്തുള്ള CPIM ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ അവിടെ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഈ ഇഡി ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന വാഹനം ആക്രമിച്ച കേസിലെ പ്രതികളെ പിടികൂടാതെ മടങ്ങില്ല എന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ 5ഓളം പ്രതികളെ തമ്പാനൂർ പോലീസ് പിടികൂടിയതായുള്ള വിവരമുണ്ട്. 10 പ്രതികൾ ഇപ്പോൾ ഈ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിൽ അകത്തുണ്ട് എന്ന കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ഇവരെ പിടികൂടണമെങ്കിൽ CPIMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിനുള്ളിലേക്ക് കടക്കണം. അവിടെ CPIMന്റെ ജില്ലാ നേതൃത്വം നിലയുറപ്പിച്ചിരിക്കുകയാണ്. പാർട്ടി ഓഫീസിൽ മുൻമന്ത്രിമാരായ V ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ, CPIMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V ജോയ്, മുൻ ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ, വട്ടിയൂർക്കാവിലെ മുൻ MLA VK പ്രശാന്ത് തുടങ്ങി നിരവധി നേതാക്കൾ അവിടെ CPIMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണിനി പോലീസിൻ്റെ തുടർ നടപടികൾ എന്തായിരിക്കും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പോലീസിന് ശക്തമായ പോലീസ് സന്നാഹമാണ് ഇപ്പോൾ CPIMന്റെ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.